അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചാലക്കുടി എത്തിയിരിക്കണ്. ഞങ്ങൾ 4 ആൾ: അലി, ചെറിയാപ്പു, സാരിഫ്. ഒന്ന് കഴിക്കാം, അത്ര മതി. ഞങ്ങൾ രാത്രി ഇപ്പോൾ 2:30 മണി സമയം. ഒരു ഓംലെറ്റും ചായയും. അപ്പോൾ ഞങ്ങളെ സുഹൃത്തായ കുരുവിൻ്റെ ഹോട്ടലിലേക്ക് പോവാണ്. കുരുവി ആലപ്പുഴ ഹോട്ടലുണ്ട്. അപ്പോൾ കുരുവിൻ്റെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. എന്താ വെച്ചാൽ രാത്രി 2:30 മണിയാണ്. അപ്പോൾ വീഡിയോ എടുക്കൽ നടക്കില്ല. അങ്ങനെ ഞങ്ങൾ കുരുവിനെ കണ്ടുപിടിച്ചു. ഹോട്ടൽ മുതലാളിനെ കണ്ടുപിടിച്ചു. ഒക്കെ രാവിലെ ചാർജാൻ വേണ്ടിയിരിക്കണ്. നേരം 5 മണിയായി ഇപ്പം എത്തിയിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ അതാണ് നമ്മൾ ചെറുക്കൻ്റെ ഹോട്ടല്. നേരം 5:30 മണിക്ക് ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഹോട്ടൽ തുറന്ന് ഹോട്ടലിൽ കാണാൻ വന്നിട്ടാണ്. അപ്പോൾ ചെറുക്കൻ്റെ ഹോട്ടലാണിത്. ചെറുക്കൻ്റെ ഹോട്ടലിൻ്റെ പേരാണ് ഗ്രില്ല് സ്റ്റാർ റെസ്റ്റോറൻറ്റ്. ആലപ്പുഴയ്ക്ക് വരുമ്പോൾ എല്ലാവരും കയറിക്കൊണ്ടി. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറുക്കൻ്റെ ഹോട്ടലിൽ നിന്ന് സുബൈക്ക് ഐസ് അലി ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ സുബയാണോ ഉച്ചാണോ നോക്കൂല. എല്ലാവരും ഒരു ഐസ്. അപ്പൊ ഞാനും ഐസ് മേടിച്ചു. അപ്പൊ ഞങ്ങള് ബീച്ചിന്റെ വക്കിനാണ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ റൂം എടുത്തേക്കണത്. ഇതാണ് ഞങ്ങളെ ഹോട്ടൽ റൂം. 2 ദിവസം ഇവിടെ കയറാം ഹോട്ടലിൽ. വണ്ടി ഇവിടെ ഭദ്രമായിട്ട് പാർക്ക് ചെയ്തു. കടപ്പുറത്തിൻ്റെ വക്കത്താണ്. നല്ല മണലാണ്. അപ്പോൾ അതാകെ നമ്മൾ റൂം. അങ്ങനെ വന്നേക്ക് ചെറിയപ്പോൻ്റെ മൊബൈലത്തെ ചാർജിങ്ങിലാണ് പരിപാടി. കാര്യമില്ലേ? വെള്ളം കുടിക്കാനുള്ള പാത്രമൊക്കെ സെറ്റപ്പ് ആയിട്ട്. AC ഉണ്ട്, ഫാനുണ്ട്, ബെഡുണ്ട്. ഞങ്ങൾ 5 ആളും. അപ്പം ഞങ്ങളെ റൂമിൻ്റെ നേരെ ബാൽക്കണിയിലുള്ള കാഴ്ച ഉണ്ട്. ഇത് ചെറിയ റെസ്റ്റോറൻ്റാണ്. ഉച്ചയ്ക്കല്ല, അപ്പുറം നേരെ കടലാണ്. അങ്ങനെ രാവിലെ സമയം എത്രയായി? അപ്പോൾ സമയം എത്രയായി? 7:15 ആലപ്പുഴ കടപ്പുറത്തെ കാഴ്ചകളാണ്. ഞങ്ങൾ 4 ആൾക്കാരും പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതാണ് നമ്മളെ റൂം. ഇത് നേരെ ബീച്ചിൻ്റെ മുന്നിൽ തന്നെ റൂം. ബീച്ചിൻ്റെ നേരെ മുന്നിലാണ് റൂം. കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സൂര്യ ഉദിച്ച് വരികയാണ്. ബാക്ക് എടുക്കാം. ബാക്ക് കാണുന്നില്ല. സൂര്യ ഉദിച്ചതുകൊണ്ടേ അങ്ങനെ നമ്മൾ ആലപ്പുഴയിലെത്തിയിട്ട് ആദ്യമായിട്ടുള്ള വഞ്ചിയില മീനുമായിട്ട് വരുന്നത് നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത് ബ്രോ. അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും. നമ്മളിതിങ്ങനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ആദ്യമായിട്ട് പല മൊത്തമായിട്ട് മീനുമായിട്ട് വരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. നമ്മളിതുവരെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടപ്പോൾ പിന്നെ അതെല്ലാം നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പോലെ തുടങ്ങിയിട്ട് എത്തുള്ള എന്താ കൂടെ എത്താത്ത വണ്ടി? അങ്ങനെ
ആ ഒരു ചെറിയ തോണി കരക്കടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ഫുള്ളായിട്ട്. ഒരു 5 ആള്. ഒരു വെറൈറ്റി തോണിയില്ലേ? തോണിയാണോ എന്താണാവത്? മറ്റുള്ള വലെന്തോ കടലിൽ പോയോ ഇല്ലല്ലേ? അത് വെറുതെ കുളിക്കാൻ പോയാ. ആ നിറച്ച് മീണ്ടല്ലേ അടാ. അയ്യാ ഈ ചെറിയ ഇത്ര മീൻ കിട്ടില്ലേ? ഓല് വലിച്ചോളി. ആ തിരമാലൊക്കെ അനുസരിച്ചോല് വലിച്ചു കയറ്റി കുറച്ചുകൂടി. സംഭവം തോണി ചെറുതാണെങ്കിൽ മീനൊരു ബോക്സ് ഉണ്ട്. മാഷാ അല്ലാഹ്. അതുപോലെ തോൾ വെച്ച് കൊണ്ടുപോകണം. എവിടേക്കൊന്ന് കൊണ്ടുപോകണമെന്നാവോ? മീനുണ്ട് കേട്ടോ. ഇതാണ് തോണി. ഒരു പുതിയ മോഡൽ തോണി. ആദ്യമായിട്ട് എങ്ങനത്തെ തോണിയൊക്കെ കാണുന്നത്. അങ്ങനെ രണ്ടാമത്തെ ചെറു തോണി എത്തുന്നുണ്ട്. അതിലുണ്ട് മീനിഷ്ടം പോലെ. അതിനെ കാത്ത് 2 ആൾക്കാർ ഇവിടെ നിൽക്കണം. അത് കണ്ട് ചെറിയ കൂടെ അങ്ങ് അന്തം പൊട്ടിക്കണം. മീൻ ഒരാളെ കൊണ്ടുവച്ചു. ആ തിരമാരക്കനുസരിച്ച് ഒരു കൂടും അല്ല. ആ തിരക്കനുസരിച്ച് ഒരു തൊഴിനേക്കണെങ്കിൽ ആളാ. ആളാ ആ തിരക്കനുസരിച്ച് ഒരു തൊഴിൽ അല്ല. ഒപ്പം ഇവിടുന്ന് ആള് കാണാനാ. ആ തിരക്കനുസരിച്ച് ഇപ്പൊ കാര്യം വലിയ അതിലുണ്ട് നല്ല മീൻ. ഒരു വില നിറച്ച മീൻ. അടുത്ത തിരക്കനുസരിച്ച് ഒറ്റ കയറ്റാണ് വില. എന്താ ഓ വലിച്ചോളി. ഇതിന് നമ്മളെ കാഴ്ചക്കാരാണിത്. നമ്മൾ ടൂറിസ്റ്റുകളാണ്. ഇതിന് നമ്മൾ ടൂറിസ്റ്റാണ്. മീൻ മേടിച്ചാൽ വന്ന ആൾക്കാർ വെറുതെ ഇങ്ങനെ ആലപ്പുഴ കാണാൻ വന്നത്. ഈ രാവിലെ തന്നെ കടപ്പുറത്തൊന്നും ഇരിക്കുക. എന്നും ചെറിയ മീനായി കാണുന്നത്. അങ്ങനെ രാവിലത്തെ കടൽ കാഴ്ച കണ്ട് ഞങ്ങൾ മടങ്ങാണ്. കുറച്ച് ഉറങ്ങണം. അപ്പം ഞങ്ങൾ ആലപ്പുഴ 2ാമത്തെ ദിവസം ഞങ്ങൾ ഷിക്കാറൊക്കെ എടുത്ത് ഒന്ന് കായൽക്കൂടി നിന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിങ്ങൾ പോയി എടുക്കണം. ഇതാണ് നമ്മളെ റൂം. ഇതാണ് ഞങ്ങളെ റൂമിൻ്റെ പേര്. നേരെ ബീച്ചിൻ്റെ മുന്നിൽ നേരെ പോയ ബീച്ചെത്തും. അപ്പം ഞങ്ങൾ ഷിക്കാറിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ വണ്ടി ഇവിടെ ഭദ്രമായി പാർക്ക് ചെയ്ത് നേരെ നടക്കുക. ഷിക്കാർ കുറേ ഷിക്കാറുകളുണ്ടാണ്. അതിലൊന്ന് നമ്മളതാണ്.